ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലൊരു സിമ്പിൾ പായസ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് നമ്മുടെ പാലട പായസം ഇല്ലേ, അതിൻ്റെ അതേ ടേസ്റ്റിലാണ് ഈ ഒരു പായസം ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് നേരിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് പാസ്തയാണ് എടുക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് പാസ്തയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ജസ്റ്റ് ഒന്ന് പൊടി, നമ്മൾ പാലടയൊക്കെ അല്ല അടയുടെ ഒക്കെ ടെക്സ്ചറിൽ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിഞ്ഞ് വരരുത്, ഇതുപോലെ ചെറിയ പീസായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ആയി കിട്ടിയാൽ മതി, നന്നായിട്ട് സ്മൂത്താക്കി പൊടിച്ചെടുക്കരുത്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ 1/4 ഭാഗം വെള്ളം വെച്ചിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കുക. പാസ്ത തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം, പാസ്ത ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുമ്പോൾ 90% കുക്കായാൽ മതി കേട്ടോ. ഫുൾ കുക്കാവേണ്ട, നമുക്കിത് പാലിലിട്ടിട്ട് ഒന്നും കൂടെ കുക്കായി വരാനുള്ളതാണ്. ഇപ്പോൾ ഒരു 90% കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഊറ്റിയെടുക്കണം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ഊറ്റിയെടുക്കണം. ഇനി നന്നായിട്ട് പശ ഉണ്ടാവും, അപ്പോൾ ആ പശയൊക്കെ ഒന്ന് കളയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ല തണുത്ത വെള്ളം ഒഴിക്കുന്നതിൻ്റെ കാരണം അതിൻ്റെ പശയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2-3 പ്രാവശ്യം ഇതുപോലെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം, ശരിക്കായിട്ട് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ 2-3 പ്രാവശ്യം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത് പരസ്പരം ഒട്ടിപ്പിടിക്കില്ല, അത് വേറിട്ട് നമുക്ക് കിട്ടും. ഇതിപ്പോൾ കണ്ട നമ്മുടെ അടയില്ലേ, പാലട പായസത്തിന് എടുക്കുന്ന അടയുടെ അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി പറയാണ്, നമ്മുടെ അടപ്പായസത്തിൻ്റെ സെയിം ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ലിറ്റർ പാലാണ് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. 3 ലിറ്റർ, ഒരു ഗ്ലാസ്സിന് 1.5 ലിറ്റർ പാൽ എന്ന രീതിയിൽ. അപ്പോൾ 2 ഗ്ലാസ്സിന് 3 ലിറ്റർ പാല് കേട്ടോ. അതിലേക്കൊരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റേജ് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. മിൽക്ക് മെയ്ഡ് ഓപ്ഷണലാണ്. നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ അട ചേർക്കുന്നതിന് മുമ്പ് വേണം കേട്ടോ ചേർക്കാൻ. മിൽക്ക് മെയ്ഡ് ആയാലും പഞ്ചസാര ആണെങ്കിലും ഒക്കെ അട ചേർക്കുന്നതിന് മുമ്പ് വേണം പാലിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര കൂടി ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇതൊരു ലൈറ്റ് മധുരമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഒരു ക്രീമി കളറായി കിട്ടണം. അതിനാണ് ആ പഞ്ചസാരയൊക്കെ ആദ്യം തന്നെ ചേർക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് കുറുകിയിട്ട് ഒരു ക്രീമി കളറായിട്ട് കിട്ടണം. അതുവരെ നമുക്കിത് കുറുക്കിയെടുക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു പാനിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നല്ല നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അത് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ പായസമൊക്കെ ആകുമ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതേ ഒരു നെയ്യിൽ തന്നെ ഞാൻ നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള പാസ്ത ഉണ്ടല്ലോ, അത് വെള്ളമൊക്കെ നന്നായി പോയതിന് ശേഷം ഇതേ നെയ്യിൽ തന്നെ ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്താൽ നമ്മൾ പാലടക്കൊക്കെ ചെയ്യുന്ന പോലെ. ഞാൻ മുമ്പ് ഒരു പാലട പായസം ഇട്ടിട്ടുണ്ടായിരുന്നു, പിങ്ക് പാലട പായസം. അപ്പോൾ അതിന് ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. സെയിം ടേസ്റ്റിലേ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതാവും ഒന്നും കൂടെ നമുക്ക് ലാഭമുള്ള പരിപാടി കേട്ടോ. ലാഭത്തിൽ നമുക്ക് പായസം ഇതുപോലെ ഉണ്ടാക്കിയാൽ കഴിയും. എന്താ വെച്ചാൽ അടയിലേറെ കോസ്റ്റ് കുറവ് ഇങ്ങനെ തയ്യാറാക്കുമ്പോഴായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അത് നമുക്ക് ഈ പാല് വറ്റി വന്ന് നല്ല ക്രീമി കളറായിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് നമുക്ക് ഈ പാസ്ത ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, ശരിക്കും ക്ലിയർ ആവുന്നുണ്ടോ അറിയില്ല. പാലിൻ്റെ കളർ തന്നെ നല്ല ചേഞ്ച് ആയിട്ടുണ്ട്, ഒരു ക്രീമി കളറായിട്ടുണ്ട്. ആ സമയത്ത് വേണം നമുക്കിതിലേക്ക് അട ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 5 ഏലക്കായ അതിൻ്റെ ഉള്ളിലെ സീഡ്സ് മാത്രം ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി.
എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ തിളപ്പിച്ച് ആ ഒരു എന്താ പറയുക പാലിലേക്ക് ഇതൊക്കെ നന്നായിട്ട് ഈവനായിട്ട് മിക്സ് ആവുന്നത് വരെ നമുക്ക് പാലിൽ കുറുക്കിയെടുക്കണം. ഇത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ഒരു പരുവം നമുക്ക് മനസ്സിലാവുക എങ്ങനെയാന്ന് വെച്ചാൽ ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ കോരിയിട്ട് ഇതിൻ്റെ ബാക്ക് ഭാഗം നോക്കുക. ആ ബാക്ക് ഭാഗത്ത് ഇങ്ങനെ ക്രീമി ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ പായസം റെഡി ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇതുപോലെ നിൽക്കുന്നുണ്ട്. അല്ല നമുക്കിത് റെഡി ആയിട്ടില്ലെങ്കിൽ അതുപോലെ ക്രീമി ആയിട്ട് നമ്മുടെ സ്പൂണിൽ കിട്ടില്ല. അപ്പോൾ അത് റെഡി ആയതിനു ശേഷം നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ നെയ്യിലാണ് അത് വറുത്തെടുത്തിട്ടുള്ളത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാസ്ത പായസം അടിപൊളി ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് സെർവ് ചെയ്ത് കുടിക്കാൻ മാത്രമേ ഉള്ളൂ. ബാക്കി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതുപോലെ ക്രീമി ആവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു കളർ കിട്ടുന്നത് വരെ എല്ലാവരും ഒന്ന് എന്താ പറയുക ഇളക്കിക്കൊണ്ടിരിക്കണം, എന്നാലേ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് പായസം ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്